ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഫുള്ള് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഹട്ടി പോകണം, കേക്ക് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അന്ന് മമ്മിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കേക്ക് മേടിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റി പിടിച്ചു. ആദ്യം ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ടേസ്റ്റ് ചെയ്തു. പക്ഷേ വെറൈറ്റി പിടിച്ചത് വെറുതെ ആയിപ്പോയി. പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ ഇക്കാക്ക് ടെൻഡർ കോക്കനട്ടും ഞാൻ എപ്പോഴത്തെയും പോലെ ബ്രൗണി കേക്കുമാണ് മേടിച്ചത്. ബ്രൗണി കേക്ക് അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 90 രൂപയാണ്, പക്ഷേ ആ 90 രൂപയ്ക്ക് ഉണ്ടായിരുന്നു ആ സാധനം. അടിപൊളി കേക്ക്. നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കും, പക്ഷേ എനിക്ക് വെറൈറ്റിയോടിനേക്കാളും താല്പര്യം നേരത്തെ കഴിച്ച ഫുഡിനെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് അൽഡ്രീമിലാണ്. അൽഡ്രീമിലും ഇതേപോലെ തന്നെ എനിക്ക് അൽഡ്രീമിലെ മന്തിയാണ് എനിക്കിഷ്ടം. നല്ല ആവറേജ് സ്പൈസിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മന്തിയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം അവർ കുക്കുംബർ വെച്ചു. അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ച് വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പോഴാണ് മന്തിയും കൊണ്ട് വന്നു. അങ്ങനെ അൽഫാം മന്തി. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മന്തി വന്നു. അപ്പോൾ എനിക്ക് ആദ്യം വിളമ്പിത്തരാണ് അൽഫാമും കുറച്ച് മന്തിയും, പിന്നെ അതിൻ്റെ കൂടെ മയോണൈസും. എനിക്ക് ഈ അൽഫാമിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവർ വെക്കാറില്ല, സോ ഞാനത് ചോദിച്ച് മേടിക്കാറുണ്ട്. എനിക്ക് ലാസ്റ്റ് ആ പീസും ആ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തേക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഇനി എവിടെയാണ് പോകണ്ടേന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴക്കാറ്. എന്ത് ചെയ്യുമെന്നിട്ട് രക്ഷയില്ല. ഞങ്ങൾ 2 വീലറിലാണ് വന്നത് പോലും, കാറിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അടിപൊളി മഴക്കാറ്, നല്ല ക്ലൈമറ്റും ഉണ്ട്. മഴ വന്നിട്ടില്ല, ഇപ്പം മഴ പെയ്യുമെന്നുള്ളൊരു ക്ലൈമറ്റിലായിരുന്നു. അങ്ങനെ പിന്നെ പകുതിക്ക് വെച്ച് പെട്രോൾ തീരാറായിട്ടുണ്ട്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് പോയപ്പോൾ മഴ പെയ്തു. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. മഴ പോയിട്ട് ഞങ്ങൾ മാളിലേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പോൾ മാളിലേക്കും കൂടി പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ നല്ല അടിപൊളി മഴ, രക്ഷയില്ലാത്ത മഴ. അങ്ങനെ പിന്നെ മഴ കുറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല, നേരെ ലുലുവിലേക്ക് പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം. ഓക്കെ, ബൈ.